നമ്മൾ തിരുവല്ലയിലേക്ക് പോവുകയാണ്. അവിടെ നിതിൻ തോമസ് ആണ് ചേരുന്നത്. നിതിൻ, ഈ തിരുവല്ല മേഖലയിലാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന അല്ലെങ്കിൽ അസാധാരണമാം വിധം ഒരു നിരീക്ഷണം വേണ്ട ഒരു പ്രദേശമായിട്ട് തിരുവല്ല മാറുന്നു എന്നാണ് നേരത്തെ അമൽ തനമ്പറമ്പിൽ റിപ്പോർട്ട് ചെയ്തത്. തിരുവല്ലയിൽ ഇപ്പോഴും സാഹചര്യം ആ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ കൂടുതൽ ഒരു മുൻകരുതലിലേക്ക് പോകേണ്ട നിലയിലേക്കാണോ? കൂടുതൽ മഴ അവിടെ കിട്ടുന്ന, അതായത് ഇന്നലെ രാത്രിയിലൊക്കെ കനത്ത മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഓറഞ്ച് അലേർട്ടാണ് സ്വാഭാവികമായിട്ടും പത്തനംതിട്ട ജില്ലയിൽ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഒരു നിരീക്ഷണം വേണ്ട അല്ലെങ്കിൽ മുൻകരുതൽ സ്വീകരിക്കേണ്ട ഒരു മേഖലയായി തിരുവല്ല മാറുകയാണോ? വെള്ളക്കെട്ട് ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണോ നിതിൻ? തീർച്ചയായിട്ടും പത്തനംതിട്ട ജില്ലയിൽ ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് തിരുവല്ലയിൽ തന്നെയാണ്. തിരുവല്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും നിലവിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. തിരുവല്ലയുടെ പടിഞ്ഞാറൻ മേഖലകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. പടിഞ്ഞാറൻ മേഖലകൾ മുതൽ അപ്പർ കുട്ടനാട് ഭാഗം, ചെങ്ങന്നൂർ, പാണ്ടനാട് ഏരിയ, ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നിലവിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇനി പത്തനംതിട്ടയുടെ കിഴക്കൻ മേഖലകളിൽ മഴ പെയ്താൽ, അതായത് വനമേഖലകളിൽ മഴ പെയ്താൽ ആ വെള്ളവും ഒലിച്ചെത്തേണ്ടത് തിരുവല്ലയിലേക്കാണ്. ഈ തിരുവല്ലയിൽ കയറുന്ന വെള്ളം ഏകദേശം ഒരു 2-3 ദിവസമെങ്കിലും എടുക്കും ഇതൊന്ന് വെള്ളക്കെട്ട് പൂർണ്ണമായിട്ടും മാറാനായിട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയുടെ കിഴക്കൻ മേഖലയിലാണ്. ഈ തിരുവല്ലയുടെ കിഴക്കൻ മേഖല കടന്നു വേണം നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്ക് പോകാൻ. പക്ഷേ ഈ കിഴക്കൻ മേഖലയിൽ തന്നെ പല റോഡുകളും ഇത്തരത്തിൽ വെള്ളം കയറി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പല റോഡുകളിലൂടെയും ഈ പടിഞ്ഞാറൻ മേഖലകളിലോട്ട് അല്ലെങ്കിൽ തിരുവല്ല നഗരത്തിലേക്ക് കടക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇവിടുത്തെ ആളുകൾക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവല്ലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അപ്പർ കുട്ടനാടിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ വയലുകളും പാടങ്ങളും പുഞ്ചപാടങ്ങളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ കയറുന്ന വെള്ളം തിരികെ ഇറങ്ങി പോകാനായിട്ട് കുറഞ്ഞത് ഒരു 2 ദിവസം എടുക്കും. കുറേ നേരം ഈ പാടങ്ങളിലൊക്കെ കെട്ടിക്കിടന്നതിന് ശേഷമായിരിക്കും ഇത് ഉൾവലിയുക. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം കുറച്ചും കൂടെ ദൂരം ഇന്നലെയൊക്കെ വെള്ളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ വെള്ളം വലിയുന്നുണ്ട്. ഈ വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് കാണുമ്പോഴും നമുക്ക് അതാണ് മനസ്സിലാവുന്നത്. വെള്ളം ഉൾവലിയുന്നുണ്ട്. ഇനിയൊരു മഴ തുടർന്നാലാണ് ജാഗ്രത വേണ്ടത്. തിരുവല്ലയിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഇന്നലെ നമ്മുടെ തിരുവല്ലയിൽ ഉണ്ടായിരുന്ന റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്നൊക്കെ ആളുകളെ മാറ്റി സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. എന്നിരുന്നാൽ പോലും അത്രയും ഒരു സങ്കീർണമായ സാഹചര്യത്തിലേക്കാണ് തിരുവല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മഴ പെയ്യാതിരിക്കുക എന്നുള്ളതാണ് തിരുവല്ലയെ സംബന്ധിച്ചിട്ട് ഒരു തിരുവല്ലക്കാരെ സംബന്ധിച്ചിട്ട് ആശ്വാസകരമാകണമെങ്കിൽ ഇനിയൊരു മഴ പെയ്യാതിരിക്കണം. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഇത് ഈ റോഡിന് ചുറ്റും വീടുകളുണ്ട്. ഈ വീടുകളിലെല്ലാം ആൾതാമസം ഉണ്ടായിരുന്നതാണ്. അവരെല്ലാം ഇപ്പോൾ മാറി താമസിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രദേശങ്ങളിലൊന്നും തന്നെ നിലവിൽ വീടുകളിൽ ആളുകൾ ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഈ പ്രദേശം ചുറ്റുപാടും വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ആളുകൾക്ക് മാറണമെങ്കിൽ അല്ലെങ്കിൽ ആളുകൾ തിരികെ വീടുകളിലേക്ക് എത്തണമെങ്കിൽ ഇനിയൊരു മഴ പെയ്യാതിരിക്കണം. അപ്പോൾ നിലവിൽ പത്തനംതിട്ടയുടെ ചാർജുള്ള PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പറയുന്നത്, അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ MLA മാരൊക്കെ പറയുന്നതും കാലാവസ്ഥ വകുപ്പ് നിരീക്ഷിക്കുന്നതും 6, 7, 8 തീയതികളിൽ അതിതീവ്ര മഴയ്ക്ക് പത്തനംതിട്ടയിൽ സാധ്യതയുണ്ട് എന്നാണ്. അതുപോലെ തന്നെ മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിന് മുമ്പ് ഈ വെള്ളം ഉൾവലിഞ്ഞില്ലെങ്കിൽ വീണ്ടും കനത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതാണ് നിലവിൽ പത്തനംതിട്ടയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ വണ്ടി ഓടിച്ചെത്തിയിട്ടുണ്ട്. ചേട്ടാ, എങ്ങോട്ടെങ്കിലും പോകാനായിരുന്നോ? അടുത്ത വരെ പോകാനായിരുന്നു. വഴിയിൽ മൊത്തം വെള്ളമാണ്. ഇല്ല, വീട്ടിൽ സ്കൂളിന്റെ ഭാഗത്ത് താമസിക്കുന്നത്. നിലവിൽ ഈ തിരുവല്ലയിലെ ഒരു സാഹചര്യം എന്താ? ഇപ്പൊ ഈ നെല്ലാട് വഴി തിരുവല്ലയ്ക്കൊക്കെ പോകാം, കുഴപ്പമില്ല. ബാക്കി ഇവിടെയുള്ള ഇത്രയും വെള്ളം കിടക്കുന്നു. തിരുവല്ലയിൽ വെള്ളമുണ്ടോ? തിരുവല്ലയിൽ വെള്ളമില്ല. തിരുവല്ലയുടെ പടിഞ്ഞാറൻ വെള്ളമാണ്. അപ്പോൾ അത് തന്നെയാണ് ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അതായത് തിരുവല്ലയുടെ പടിഞ്ഞാറൻ മേഖലകളാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ കിഴക്കൻ മേഖലകളിൽ നിന്ന് പടിഞ്ഞാറൻ മേഖലകളിലേക്ക് പോകുമ്പോഴുള്ള റോഡുകളിൽ ഇത്തരത്തിൽ ഇന്നലെയൊക്കെ വള്ളംകുളം ഭാഗത്തും പ്രധാനപ്പെട്ട TK റോഡിലുമൊക്കെ വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം മാറി ഇപ്പോൾ റോഡുകൾ തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ.